നമുക്ക് ചുറ്റും ഒരാൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ ആ ഒരു വ്യാപനത്തിന്റെ ഒരു സമയമാണിതെന്ന് തോന്നുന്നു. പലയിടങ്ങളിലും കേസുകൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. രോഗം പടരാതിരിക്കാൻ, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് രോഗം വരാതിരിക്കാൻ, രോഗം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പടരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ മഞ്ഞപ്പിത്തം നമുക്ക് ബാധിച്ചു എന്നതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. ക്യൂക്ക് എക്സ്പ്ലെയിനറുമായി എത്തുന്നു അഖിലശ്രീ. ശരീരവേദനയോട് കൂടിയ പനി, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. പിന്നീട് മൂത്രത്തിലും കണ്ണിലും മറ്റ് ശരീരഭാഗങ്ങളിലും മഞ്ഞ നിറം ഉണ്ടാകും. കുടിവെള്ളം വഴിയും ആഹാര സാധനങ്ങൾ വഴിയുമാണ് മഞ്ഞപ്പിത്തം അധികവും പകരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അത്ര ഗുരുതരമാകാറില്ല എങ്കിലും പ്രായപൂർത്തിയായവരിൽ രോഗം പലപ്പോഴും ഗുരുതരമാകാറുണ്ട്. കരളിനെയാണ് ഈ രോഗം കൂടുതലും ബാധിക്കുക. മഞ്ഞപ്പിത്തം പൊതുവെ A-E-B-C-D വിഭാഗം വൈറസുകൾ വഴിയാണ് പകരാറ്. A-E വിഭാഗം ആഹാരവും കുടിവെള്ളവും വഴിയാണ് പകരുന്നത്. B-C-D വിഭാഗങ്ങൾ അണുബാധയുള്ളവരുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയാണ് പകരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മുൻകരുതലുകൾ എന്ന് പരിശോധിക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ക്ലോറിനേഷനും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുക. ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവ നടക്കുന്ന സമയമായതിനാൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും മറ്റും വാങ്ങിക്കഴിക്കുന്ന ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസും വെള്ളവും ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പാക്കണം. ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. കുഞ്ഞുങ്ങളുടെ കൈയിലെ നഖം വെട്ടി വൃത്തിയാക്കണം. മലവിസർജനത്തിനു ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ വിസർജ്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക. വീടിന്റെ പരിസരത്ത് ചപ്പുചവറുകൾ കുന്നുകൂടാതെ ശ്രദ്ധിക്കുക. പൊതുചാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കണം. പഴകിയതും മലിനവുമായ ആഹാരം കഴിക്കാനേ പാടില്ല. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. കുലുക്കി സർബത്ത്, ദം സോഡ, പാനിപൂരി എന്നിങ്ങനെ എരിവും പുളിയും മധുരവും വിവിധ മസാലക്കൂട്ടുകളും അടങ്ങിയ പാനീയങ്ങളൊക്കെ വഴിയരികിൽ നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതുപോലെയുള്ള അലർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും.